പലരുടെയും പെരുമാറ്റം, അവരുടെ സ്വഭാവം നമ്മളെ വല്ലാതെ പ്രകോപിതരാക്കുന്നുണ്ടെങ്കിൽ അതിന് വേറൊരർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ അവരുടെ നിയന്ത്രണത്തിലാണ്, അവരുടെ കൺട്രോളിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ വേറൊന്ന്, നമ്മളെ അമ്മാനമാടി കളിക്കാനുള്ള എല്ലാ അധികാരങ്ങളും നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരർത്ഥം കൂടെ ഉണ്ട്. നമ്മുടെ ചുറ്റും നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ടല്ലേ, ഫാമിലിയിൽ, നമ്മുടെ ഫ്രണ്ട്സ്, അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെ ഗ്രൂപ്പുകളിലും ഒക്കെ നമ്മൾ ദിവസം ഒരുപാട് പേരെ കാണുന്നുണ്ട്. പലരുടെ സ്വഭാവം സ്വാഭാവികമായിട്ടും പലതരത്തിലായിരിക്കും പലരുടെ സ്വഭാവം. അപ്പൊ ചിലരിങ്ങനെ പ്രകോപിതരാക്കുന്ന രീതിയിൽ സംസാരിക്കും. ചിലർക്ക് നമ്മളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇവനെ കാണുമ്പോഴത്തേക്ക് ചൊറിയാൻ വരുന്നു, പിന്നെ എന്നെ കാണുമ്പോൾ ചൊറിയാൻ തുടങ്ങും. അങ്ങനെ ഒരു മെന്റാലിറ്റി ചിലർക്ക് ഉണ്ടാവും. അത് അവരുടെ കുഴപ്പമല്ല, അവരറിഞ്ഞറിയാതെയോ അവർക്ക് ഉണ്ടായി കിട്ടിയിരിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണത്. അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സുഖം കിട്ടുന്നുണ്ടാവും, ഒരു ഫൺ അല്ലെങ്കിൽ ഒരു ഗെയിം ആയിരിക്കും അവർക്കത്. അതിനു വേണ്ടി അവർ ചെയ്യുന്ന കാര്യമായിരിക്കാം. അപ്പൊ അതിനൊക്കെ ഇരയാവണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അവർ കൂട്ടുന്ന താളത്തിനനുസരിച്ച് നമ്മൾ തുള്ളിക്കൊണ്ടിരിക്കും. നമുക്ക് സങ്കടമാവും, വിഷമാവും, അല്ലേ, നമ്മൾ ദേഷ്യപ്പെടും, നമ്മൾ കൺട്രോൾ ഇല്ലാതെ. പക്ഷെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലോ ഇതെല്ലാം നമ്മുടെ കയ്യിലാവും. പിന്നെ നമ്മൾ അങ്ങനെ ആരുടെയും താളത്തിന് തുള്ളുന്ന ഒരു പാവയൊന്നും ആവാൻ സാധ്യതയില്ല, വഴിയില്ല, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണേ.